ഹായ്! എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. പഴശ്ശിനിക്കടവ് പോയിട്ട് ആദിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യമായിട്ടാണ് അച്ഛനെ ആദിക്കുട്ടനെ കാണുന്നത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അച്ഛൻ്റെ കൈ കൊണ്ട് തന്നെ ആദിക്കുട്ടന് ചോറ് ഉണ്ണാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും വലിയ സന്തോഷം വേറെയില്ല. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ 4 പേരും കൂടി ബീച്ചിലേക്ക് പോയതാണ്. തിരൂർ ബീച്ചിലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പോയപ്പോൾ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്ത ക്ഷീണം അതുപോലെ തന്നെ തലവേദനയൊക്കെ ഉള്ള ഒരു ടൈപ്പാട്ടോ ഞാൻ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും അതുപോലെ തന്നെ പാറുവിനും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇന്ന് ഈ പോക്കിലിതാ അത്രയ്ക്ക് വലിയ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചെറുതായിട്ട് ക്ഷീണവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബീച്ചിലെത്തിയപ്പോൾ അതെല്ലാം മൈൻഡൊക്കെ മാറിയതാ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ടുണ്ട്. അവർ കുറേ നേരം മണലിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഉപ്പിലിട്ടത്. ഞങ്ങൾ കോട്ടക്കുന്നിക്കായിട്ടാണ് പോയിട്ടുണ്ടെന്ന്. അവിടെ എത്തിയപ്പോൾ ഇത് കണ്ട എനിക്ക് വായിൽ വെള്ളം ഊറും. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് ഉപ്പിലിട്ടത്. അതുപോലെ തന്നെ പാനിപൂരി ഒരുപാട് ഇഷ്ടമാണ്. കുറേ ഏട്ടൻ എനിക്ക് വാങ്ങി തന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ കോട്ടക്കുന്ന് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ പാർക്കിലെത്തിയപ്പോൾ ആദ്യം അച്ഛനും അതുപോലെ തന്നെ പാറും കൂടി ഭയങ്കരമായിട്ട് ഊഞ്ഞാല ആടി കളിക്കണം. അതുപോലെ തന്നെ ഞാനും കുറച്ച് നേരം ആടി ഏട്ടൻ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ആദ്യനെ കളിപ്പിക്കേട്ട അച്ഛൻ. അവനും ഭയങ്കര സന്തോഷത്തിലാണ്. ആ ഒരു പ്രായത്തിൽ ആദ്യം മുട്ടുകുത്തുന്ന ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ മുട്ടുകുത്തി പന്തൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാറുവിന് പാർക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇതാട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ചാടി കളിക്കാനായിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടം. അവൾ ഭയങ്കര ഹാപ്പിയാണ്. ആദ്യക്കുട്ടനും കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ വിട്ടില്ല. അവന് പറ്റിയൊരു ഇതല്ലായിരുന്നു. കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആദ്യക്കുട്ടനെ ആടിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അതുപോലെ പിന്നെ താറാവിൽ പാറക്കുട്ടിക്ക് കയറാൻ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു അന്ന്. അവൾ ഭയങ്കരമായിട്ട് പേടി. ഞങ്ങൾക്കും കുറച്ച് പേടി ഉണ്ടായിരുന്നു എന്താണ് എന്നുള്ളത്. അങ്ങനെ അവളിപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷത്തിലാണ്. ഇപ്പോൾ പേടിയൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഇതിലും കയറിയിട്ടുണ്ടേ. അങ്ങനെ അച്ഛൻ നോക്കിയിരിക്കുകയാണ് പാറു ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ ആദ്യക്കുട്ടനെ മുടി വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ടുണ്ട് അവൻ്റെ മുടി വെട്ടാൻ കടയിലേക്ക് പോകുന്നത്. ഞാനൊക്കെ കുറച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അയക്കൂലേ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു കേട്ടോ ഞങ്ങൾ. പാപ്പൻ്റെ കൂടെ ആയിട്ടായിരുന്നു അവൻ പോയിട്ടുള്ളതെന്ന്. അവൻ നന്നായിട്ട് നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് വെച്ചപ്പോൾ പാറുക്കുട്ടി മുടിയൊക്കെ തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മനസ്സിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നാട്ടോ ആദിക്കുട്ടൻ്റെ പിറന്നാൾ. ചെറിയ സദ്യയൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പപ്പടത്തിലൊക്കെ ഇങ്ങനെ ഓരോന്നുള്ളി പറക്കി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിരുന്നു. കുന്നുമ്മൽ ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറും ആദിക്കുട്ടനും ഞാനും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് കുറച്ച് ഫോട്ടോസുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോഷൂട്ടുകൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യക്കൂട്ടർ പന്ത് കളിക്കുന്നതും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ വണ്ടി അച്ഛൻ്റെ വക കേട്ടോ. പാറുവിനും ആദിക്കും അച്ഛൻ്റെ വക ബർത്ത്ഡേ ഗിഫ്റ്റ് ആട്ടോ. അങ്ങനെ 2 പേരും വണ്ടിയിൽ ഭയങ്കരമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു കളി കണ്ടു ഭയങ്കരമായിട്ട് സന്തോഷത്തിലാട്ടോ അവർ. കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ഫോട്ടോസും കാര്യങ്ങളും നല്ല ഫോട്ടോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാറുവിന് വേണ്ട. ഇത് റിമോട്ടിൽ ഓടിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ റിമോട്ടിൽ ഓടിച്ചുകൊണ്ടിരിക്കട്ടെ അവിടെ. അല്ലാതെ അവൾക്ക് ചവിട്ടാനും കാര്യങ്ങളും അറിയാമായിരുന്നു. പിന്നെ ഞങ്ങളെ ബർത്ത്ഡേൻ്റെ ഒരുക്കങ്ങളാട്ടത്. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ അത്രയ്ക്കും മനസ്സിന് ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച ഒന്നാണ്. കാരണം എന്താ ചോദിച്ചാൽ ഈ ഒരു സ്ഥാനത്ത് ഏട്ടൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എല്ലാ പ്രാവശ്യവും പാറുവിൻ്റെ ബർത്ത്ഡേക്ക് എല്ലാ ഇതിലും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റേതായപ്പോൾ ഫസ്റ്റ് ടൈമിൽ തന്നെ ഏട്ടന് വരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിന് പകരമായിട്ട് ചോറ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ക്രിസ്മസ് ആയപ്പോൾ ഇവരെ വൈത്തല നടന്ന് മടുത്തു എന്ന് പറയാം. കാരണം അത്രയ്ക്കും മടുത്തിട്ടുണ്ട്. ഇവരെ എത്ര നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇവരെ വൈത്തല നടന്ന് ഞങ്ങൾ മടുത്തു എന്നല്ലാതെ ഒറ്റ ഫോട്ടോസും കിട്ടിയിട്ടില്ല. എങ്കിലും ഇത്രയും നിന്ന് തന്നതിൽ അത്രയ്ക്കും ഹാപ്പിയാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ. കാരണം അവരോരോ കളിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ 2-3 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യക്കൂട്ടൻ തൊപ്പി തല്ലി വെക്കുന്നതില്ല, തൊപ്പി എടുത്തിട്ടാണ്. അതുപോലെ പാറുക്കുട്ടിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ അനിയത്തി ചിന്നുവിൻ്റെ ബർത്ത്ഡേ ഇട്ടോ. അവൾ ഒരിക്കലും എന്താ പറയുക മനസ്സിൽ വിചാരിക്കാത്ത ഒന്നായിട്ട് അവൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പാറുവിന് ചെറിയ കളറിങ് ഉണ്ടായിരുന്നു അങ്കലവാടിയിൽ നിന്ന്. പിന്നെ അങ്കലവാടിയിലത്തെ പുതിയ അങ്കലവാടിൻ്റെ ഉദ്ഘാടനമായിട്ടത്. അപ്പോൾ ഈ ഉദ്ഘാടനത്തിന് പാറുക്കുട്ടി ഭയങ്കര ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അവളെ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ലായിരുന്നു. മുന്നേ അങ്കലവാടിയിൽ കളിച്ച ഡാൻസ് അതുപോലെ കളിച്ചിട്ടായിരുന്നു. പിന്നെ അതുപോലെ പാറുക്കുട്ടീൻ്റെ 4 വയസ്സ്. പാറുക്കുട്ടിക്ക് 4 വയസ്സായ ആ ഒരു ഇത് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോൾ അവൾക്കും സന്തോഷമായിക്കോട്ടെ വിചാരിച്ച്
ഞാൻ ചെറിയൊരു ബർത്ത്ഡേൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആദീനെ ഉറക്കാനും അതുപോലെ പാറുവിനെ ഉറക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നേരമായിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടോ. അതുപോലെ ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേക്കപ്പ് സെറ്റും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ പാവക്കുട്ടീൻ്റെ ഒരു സെറ്റും വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഏട്ടൻ്റെ വക കേട്ടോ. അങ്ങനെ അതാ മേക്കപ്പ് സെറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അതാ ഒരുപാട് ഫാൻസി സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് അവൾക്ക്. പെൺകുട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് കുറേ ഫാൻസി സാധനങ്ങൾ വേണ്ടി വരുമല്ലോ. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഗിഫ്റ്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ ഒരു എന്താ പറയുക ബബിൾസിൻ്റെ പോലത്തെ ഒരു പേന ഉണ്ടായിരുന്നു, എഴുതാനും പറ്റുന്ന പേന. അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ടൈം ആയപ്പോൾ ആദ്യകൂട്ടൻ എണീച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ലൈറ്റ് സംഭവങ്ങളൊന്നും കെടുത്തിട്ടില്ലായിരുന്നു. ആദ്യകൂട്ടനും കാണിച്ചു കൊടുത്തിട്ടോ. ഇതാട്ടെ രാത്രിയത്തെ പുകിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒക്കെ സെറ്റാക്കി വെച്ചതിന് ശേഷം പാറുകൂട്ടിനെ കിടത്തിയിട്ടുണ്ട്. അങ്ങനെ കിടത്തി റെഡിയാക്കിയ ഒരു വീഡിയോ ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതാ പാറുക്കുട്ടിൻ്റെ ബർത്ത്ഡേൻ്റെ സെലിബ്രേഷന് കേക്ക് മുറിക്കണ്ടേ. അങ്ങനെ അച്ഛനോട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ച കേക്കാണ്. ബട്ടർഫ്ലൈൻ്റെ കേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ. പക്ഷേ അവൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അച്ഛൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛന് സൂപ്പറായിട്ടുണ്ട്, എല്ലാം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതാ നല്ലൊരു വീഡിയോ കോളും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഞങ്ങളുടെ തറവാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇതാട്ടോ. അങ്ങനെ കുട്ടച്ഛനും അമ്മായിയും കൂടി ഇതാ വിളക്കൊക്കെ കത്തിക്കുന്നുണ്ട്. ഉത്സവം തുടങ്ങാനുള്ള രാവിലെ ആയിട്ടത് ഉത്സവം തുടങ്ങാനുള്ളൊരു ടൈം ആയിട്ടുണ്ട്. അങ്ങനെ ഇതാ കോമരങ്ങളെല്ലാവരും, അച്ഛൻ കോമരനാണ്, അതുപോലെ കുട്ടച്ഛനും കോമരനാണ്. അച്ഛനും വിളക്ക് കത്തിക്കാണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് അച്ഛൻ്റെ ഈ തറവാട്ടിൽ നിന്ന് ഈ ഞങ്ങളെ വീട്ടിലേക്ക് വരാറുണ്ട്. അങ്ങനെ കുട്ടച്ഛൻ്റെ മക്കൾ ഇതാ കൊടി എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നു. അങ്ങനെ കൊടിയൊക്കെ വെച്ച് പിടിച്ചതാ രണ്ടുപേരും സുന്ദരി പട്ടുപാവാടൊക്കെ ഇട്ടതാ കൊടി എഴുന്നള്ളിപ്പുണ്ടായിരുന്നു. അങ്ങനെ എന്താ ചെണ്ടമേള നല്ല ഉഷാർ ചെണ്ടമേളായിരുന്നു കേട്ടോ അന്ന്. അതുപോലെ കോമരങ്ങൾ എല്ലാം അടിപൊളിയായിട്ട് നല്ല ഭംഗിയോടുകൂടി ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഡാൻസ് സ്റ്റേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡാൻസ് ഉണ്ടായിരുന്നു. അപ്പം പാറുവിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പാറു നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനത്തെ പരിപാടിയിൽ കളിക്കുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്തേക്ക് പോകട്ടെ, ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതാണ്. അവിൽ മിൽക്ക് ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഇഷ്ടമായിട്ടുള്ള ഒരു സാധനം കേട്ടോ പാറുക്കുട്ടിക്ക്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ചെമ്മീൻ കഴിക്കണം ആഗ്രഹം തോന്നിയപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയി വന്നപ്പോൾ ജ്യൂസും അതുപോലെ തന്നെ ചെമ്മീനും അതുപോലെ ചോറും വാങ്ങി തന്നിട്ട് ഏട്ടൻ. പിന്നെ ഞാൻ ഏട്ടൻ്റെയും ബർത്ത്ഡേയും അതുപോലെ തന്നെ എൻ്റെയും ബർത്ത്ഡേ ഒരൊറ്റ ദിവസം കേട്ടോ. ഡേറ്റ് ഓഫ് ബർത്ത് രണ്ടാളതും 28ആണ്, ഏപ്രിൽ 28. അപ്പോൾ 2 പേരുടെയും ബർത്ത്ഡേ ഒരു ദിവസം ആയതുകൊണ്ട് ഞാൻ ഏട്ടൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞിട്ട് കേക്കൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം എന്തുണ്ടെങ്കിലും എല്ലാ സംഭവത്തിനും എല്ലാ പരിപാടികളിലും ഞാൻ ഇവിടെ എടുത്ത് വെക്കലായിരുന്നു ഏട്ടൻ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര സന്തോഷം തന്ന ഒന്നായിട്ടോ. പിന്നെ ഏട്ടൻ്റെ വക എനിക്ക് കേക്കും കുറച്ച് മിഠായും കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ആനിവേഴ്സറി 5 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പൂർത്തിയാവാണ്. അപ്പോൾ ആനിവേഴ്സറി ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഏട്ടന് ചെറിയൊരു പേഴ്സും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.